ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അന്ന് ആ തറവാട്ടിൽ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. പതിവില്ലാത്ത വിധം സന്തോഷത്തിലും ആവേശത്തിലുമാണ് ചന്ദ്രമതി. അച്ചമ്മക്ക് എന്ത് സമ്മാനം നൽകണമെന്ന ചിന്തയിലായിരുന്നു വീട്ടിലുള്ള എല്ലാവരും. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സർപ്രൈസ് ഒരുക്കാനുള്ള തിരക്കിലായിരുന്നു ചന്ദ്ര. അച്ചമ്മക്ക് പിറന്നാൾ സമ്മാനമായി നൽകാൻ ഒരു പുതിയ ടെലിവിഷൻ വാങ്ങാൻ ചന്ദ്രമതി തീരുമാനിച്ചിരുന്നു. ഈ വിവരം മറ്റാരും തന്നെ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. തന്റെ വിശ്വസ്തയായ ഭാമയോട് കാര്യങ്ങൾ നേരത്തെ തന്നെ ചട്ടം കെട്ടിയിരുന്നു. വീട്ടിൽ ആരും തന്നെ ഉപയോഗിക്കാതെയിരുന്ന പഴയൊരു TV പാക്ക് ചെയ്ത് പുതിയതുപോലെ കൊണ്ടുവരാനാണ് ഭാമയോട് ചന്ദ്രമതി ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ചന്ദ്രമതിയുടെ മനസ്സ് മാറി. അച്ചമ്മക്കായി സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും ഒരു പുതിയ TV വാങ്ങാൻ അവർ തീരുമാനിച്ചു. ഭാമ വീട്ടിലേക്ക് വന്നപ്പോൾ ചന്ദ്രമതി ആകാംക്ഷയോടെ ചോദിച്ചു, ഭാമേ, ഞാൻ പറഞ്ഞ സാധനം എവിടെ? TV എവിടെ? ഭാമ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നുണ്ട്. നീ ടെൻഷൻ അടിക്കാതെ ചന്ദ്രേ, ഞാൻ അതൊരു വണ്ടിയിൽ കയറ്റിയിട്ട് വിട്ടിട്ടുണ്ട്. അഡ്രസ്സൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ തന്നെ ഇങ്ങ് എത്തുമെന്ന് ഭാമയുടെ ഉറപ്പ് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് ആശ്വാസമായി. അല്പസമയത്തിനകം ഒരു വണ്ടി വീടിന്റെ മുറ്റത്തേക്ക് വന്നു. വണ്ടി കണ്ടതും ചന്ദ്രമതി ആവേശത്തോടെ പുറത്തേക്കൂടി. അത് കണ്ട് രവീന്ദ്രനും മറ്റും അത്ഭുതത്തോടെ പുറത്തേക്ക് വന്നു. എന്താ ഇത്? രവീന്ദ്രൻ ചോദിച്ചപ്പോൾ ഇതൊരു TV ആണെന്ന് ചന്ദ്രമതി അഭിമാനത്തോടെ പറഞ്ഞു. വർഷയും ശ്രുതിയും ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. അച്ചമ്മക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കാൻ ബാമാൻഡ് കൊണ്ടുവന്നതാണോ ഇത്? വർഷ ചോദിച്ചു. എന്നാൽ ചന്ദ്രമതിയുടെ മറുപടി എല്ലാവരെയും ഞെട്ടിച്ചു. ഏയ് അല്ല, ഇത് ഞാൻ അമ്മക്ക് വാങ്ങിച്ചതാണ്. എന്റെ അമ്മക്ക് ഞാൻ പിറന്നാൾ സമ്മാനം കൊടുക്കേണ്ടേ? അതിനുവേണ്ടി ഞാൻ തന്നെയാണ് ഒരു TV പുതിയത് വാങ്ങിയത്. ചന്ദ്രമതിയുടെ ഈ മറുപടി കേട്ട് എല്ലാവരും വായടച്ചുപോയി. അച്ചമ്മയോട് ചന്ദ്രമതിക്ക് ഇത്രമാത്രം സ്നേഹമാണോ എന്ന് അവർ പരസ്പരം നോക്കി നിന്നു. ശ്രുതി രഹസ്യമായി ശ്രുതിയോട് പറയുന്നത്, എന്തായാലും അച്ചമ്മയുടെ സമ്മാനം അമ്മ വാങ്ങാനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. നമ്മുടെ കയ്യിൽ നിന്നും ആ ക്രെഡിറ്റ് പോയി. എന്തു വലിയ TV ആണ് അമ്മ അച്ചമ്മക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ശ്രുതിക്ക് ചെറിയൊരു നിരാശയും തോന്നിയിരുന്നു. കാരണം അമ്മ ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന കാര്യം അവളോട് പോലും പറഞ്ഞിരുന്നില്ല. രവീന്ദ്രൻ അപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ചന്ദ്രേ, നീ തന്നെയാണോ ഇത് വാങ്ങിച്ചത്? അദ്ദേഹം ചോദിച്ചു. ചന്ദ്രമതി അതിന് നൽകിയ മറുപടി ഹൃദയസ്പർശിയായിരുന്നു. പിന്നല്ലാതെ, എന്റെ അമ്മയുടെ പിറന്നാളിന് വലുതായി എന്തെങ്കിലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരും തന്നെ അതിന് സമ്മതിച്ചില്ല. അപ്പൊ പിന്നെ എന്റെ വക ഈ വലിയ TV തന്നെ കൊടുക്കണ്ടേ? അമ്മയുടെ ഒരേ ഒരു മരുമകളല്ലേ ഞാന്? ഇതെല്ലാം കേട്ടുനിന്ന അച്ചമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ രവീന്ദ്ര ഇത്? എന്റെ മരുമകൾക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടായിരുന്നോ? ഇത് ഞാൻ സ്വപ്നം കാണുന്നുവല്ലോ, അച്ചമ്മ ചോദിച്ചു. രവീന്ദ്രനും അത് കണ്ട് സമ്മതിച്ചു. ഞാനും രാവിലെ മുതൽ ഇത് തന്നെയാണ് അമ്മ ആലോചിക്കുന്നത്. ഇന്ന് എന്തു പറ്റി ചന്ദ്രക്ക്? ചന്ദ്ര ശ്രീകാന്തിനെ വിളിച്ച് TV അകത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അച്ചമ്മക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ എന്നോർത്തിട്ടാണ് ഭാമ വരുമ്പോൾ TVയും കൊണ്ട് വരാൻ പറഞ്ഞത്. അമ്മയ്ക്ക് ഇഷ്ടായോ? അച്ചമ്മ സ്നേഹത്തോടെ പറഞ്ഞു. എന്തിനാ ചന്ദ്രേ എനിക്ക് TV ഒക്കെ? വീട്ടിൽ TV ഉണ്ടല്ലോ. ഉടനെ തന്നെ ചന്ദ്രമതി മറുപടി നൽകി. അത് പണ്ടത്തെ കാലത്തെ TV അല്ലേ അമ്മേ? അതിപ്പോ ഇടയ്ക്ക് വരകളൊക്കെ ആയിട്ട് ആകെ കംപ്ലൈന്റ് ആവുന്നുണ്ട്. ഇത് പുതിയ TV ആണ്. ഇതുപോലൊരു TV അച്ചമ്മയുടെ നാട്ടിൽ തന്നെ ആർക്കും ഉണ്ടാവില്ല. TV പുതിയതാണോ എന്ന് ശ്രുതിയും സംശയത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, ഇത് പുതിയത് തന്നെയാണ്. ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ചന്ദ്രമതി ഒന്ന് പരിങ്ങി. അത് പിന്നെ ഭാമക്ക് അറിയാവുന്ന കടയിൽ നിന്നായിരുന്നു എന്ന് പറയും. അപ്പോ എവിടെ നിന്നാ വാങ്ങിച്ചതെന്ന് ചോദിക്കും. കടയുടെ പേര് പറയുന്ന സമയത്തിന് ശ്രുതിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതൊട്ടും ശരിയല്ലമ്മേ, എനിക്കൊരു ഷോപ്പില്ലേ ഇവിടെ? അമ്മക്ക് ഇങ്ങനെ TV വാങ്ങണം പ്ലാൻ ഉണ്ടെങ്കിൽ എന്നോടൊരു വാക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചൂടായിരുന്നോ? നമ്മുടെ കടയിൽ നിന്നും എടുക്കാമായിരുന്നല്ലോ. ശ്രീകാന്ത് അതിനിടയിൽ കയറി ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങണമെങ്കിൽ നീ വില വല്ലതും കുറച്ചു കൊടുക്കോ? ഇല്ലല്ലോ. ശ്രുതി പറയുന്നുണ്ട്, വിലയൊന്നും കുറക്കാൻ പറ്റില്ല, MRP റേറ്റ് തന്നെ കൊടുക്കും. അപ്പൊ പിന്നെ ഏത് കടയിൽ നിന്നും അമ്മ TV വാങ്ങിച്ചാലെന്താ? ശ്രീകാന്ത് ചോദിച്ചു. എങ്കിലും ശ്രുതി വിടാൻ ഭാവമില്ലായിരുന്നു. എന്നാലും അമ്മ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ശ്രുതിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചന്ദ്രമതി വായിൽ നിന്നും അബദ്ധത്തിൽ സത്യം അങ്ങ് വീണുപോയി. എടാ ശ്രുതി, ഇത് അതിന് പഴയ TV യാടാ. ഇത് കേട്ടതോടുകൂടി തന്നെ എല്ലാവരും ആകെ അന്തം വിട്ടു. എന്ത് പഴയ TVയോ? അപ്പൊ പിന്നെ ഇത് പുതിയ TV അല്ലേ ആന്റി? ശ്രുതി ചോദിച്ചു. ചന്ദ്രമതി വീണ്ടും പരിങ്ങി. അത് പിന്നെ TV പുതിയതാണ്, പക്ഷേ വാങ്ങിയ കട പഴയതാന്നാ ഞാൻ പറഞ്ഞത്. ഭാമക്കറിയാവുന്ന ഒരു പഴയ കടയിൽ നിന്നാ ഞാനിത് വാങ്ങിച്ചത്, അല്ലേ ഭാമേ? ഭാമ പെട്ടെന്ന് തന്നെ ചന്ദ്രയെ പിന്തുണച്ചു. ആ അതെ, എനിക്കറിയാവുന്ന ഒരു കടയാണ്. ഓഫർ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്കാവുമ്പോ പിന്നെ കുറേശ്ശെ പണം കൊടുത്തു തീർത്താ മതിയല്ലോ. സംസാരം അങ്ങനെ നീണ്ടുപോയപ്പോൾ അച്ചമ്മ ഇടപെട്ടു. എനിക്ക് TVയേക്കാളും വലുതായി ഇഷ്ടപ്പെട്ടത് നിനക്ക് എന്റെ പിറന്നാളിന് ഒരു ഗിഫ്റ്റ് തരാൻ തോന്നിയല്ലോ. അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് അച്ചമ്മ പറയും. അച്ചമ്മയുടെ ആ വാക്കുകളിൽ ചന്ദ്രമതിയോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു.
അധികം വൈകാതെ തന്നെ രേവതിയുടെ വീട്ടുകാരെല്ലാവരും അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് എത്തിച്ചേർന്നിരുന്നു. ലക്ഷ്മിയും ദേവുവും കാറിൽ വന്നിറങ്ങി. അച്ചമ്മ അവരെ വളരെയധികം സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. വാ ലക്ഷ്മി, മാ മോളെ ദേവു എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു. എന്നാൽ ചന്ദ്രമതിക്ക് അവരുടെ വരവ് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? ചന്ദ്രമതി ഭാമയോട് ചോദിച്ചു. ഭാമ പറയുന്നുണ്ട്, വിളിച്ചതുകൊണ്ടല്ലേ അവരിങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് എന്താ ചന്ദ്ര പ്രശ്നം? ലക്ഷ്മിയും ദേവവും അച്ചമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. 80 വയസ്സുവരെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. അച്ചമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. അച്ചമ്മ ദേവുവിന്റെ വിശേഷങ്ങളൊക്കെ തിരക്കി. പഠിപ്പൊക്കെ കഴിയാറായില്ലേ? അടുത്ത വർഷമൊക്കെ കല്യാണം കഴിക്കാലോ? എന്നാൽ ദേവുവിന്റെ മറുപടി മറിച്ചായിരുന്നു. ഇല്ലല്ല, ഞാൻ കല്യാണമൊന്നും കഴിക്കുന്നില്ല. ഞാനിപ്പോ നല്ല ലൈഫൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ കുറച്ചു നാള്. ശ്രീകാന്ത് അത് കേട്ട് തമാശ രൂപേനെ പറഞ്ഞു. ഹാഹാ, അത് കൊള്ളാമല്ലോ. അപ്പോ നമ്മൾ മാത്രം കഷ്ടപ്പെട്ടാ മതിയോ? നിനക്കും കഷ്ടപ്പെടണ്ടേ? വർഷ ഉടനെ ചോദിച്ചു. കഷ്ടപ്പാടോ? ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ തിരുത്തി. വെറുതെ പറഞ്ഞതാടോ എന്റെ വർഷേ, അത് കാര്യമാക്കല്ലേ. ദേവു തന്റെ നിലപാട് വ്യക്തമാക്കി. ഇപ്പോഴൊന്നും ഞാൻ കല്യാണം നോക്കുന്നില്ല. എനിക്കൊരു ജോലി വേണം. അത് കഴിഞ്ഞിട്ടൊക്കെയുള്ളൂ കല്യാണം. വർഷ അതിനെ പിന്തുണച്ചു. അതാ നല്ലത്. നമ്മൾ സ്വന്തം കാലിൽ നിന്നിട്ട് വേണം കല്യാണമൊക്കെ കഴിക്കാൻ. സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ഉണ്ടാകുമ്പോൾ ചെന്നു കയറുന്ന വീട്ടിലൊരു ബഹുമാനം ഉണ്ടാവും. ശ്രുതിയും അതിനെ ശരിവെച്ചു. എന്നാൽ ലക്ഷ്മിക്ക് മകളുടെ വിവാഹം തന്നെയായിരുന്നു പ്രധാനം. കല്യാണമൊക്കെ നോക്കണം, പഠിപ്പ് തീരട്ടെ, എന്നിട്ട് വേണം ഒരു നല്ല വീട്ടിൽ നിന്നും ചെക്കനെ നോക്കി ഇവളുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കാൻ. ഇത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രമതി പരിഹാസവുമായി രംഗത്തെത്തി. എന്ത് നല്ല വീട്! നിങ്ങളുടെ മൂത്ത മോളെ കെട്ടിച്ച പോലെയോ? അങ്ങനെ ഒരു ബന്ധം ഇനിയും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വണ്ടി കയറി അല്ലെങ്കിൽ വണ്ടിയുടെ മുന്നിൽ ആത്മഹത്യ ചെയ്യണം. ചന്ദ്രമതിയുടെ ഈ ക്രൂരമായ വാക്കുകൾ കേട്ട് അച്ചമ്മക്ക് ദേഷ്യം വന്നു. എടി ചന്ദ്രേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നത്തെ ഒരു ദിവസമായിട്ടെങ്കിലും നിനക്ക് ഈ ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാതിരുന്നാ പോരെ? മര്യാദക്കിരുന്നോ? രവീന്ദ്രൻ അന്തരീക്ഷം ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ലക്ഷ്മി വിഷമിക്കേണ്ട. ദേവിന്റെ കല്യാണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നടത്താം. ഞാനും എനിക്കറിയാവുന്നവരോടൊക്കെ പറയാം. എന്നാൽ രേവതി ഇടപെട്ട് പറഞ്ഞു. വേണ്ട അച്ഛാ, ദേവു പറഞ്ഞതുപോലെ തന്നെ അവളുടെ പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മതി അവളുടെ കല്യാണം. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുമ്പോഴേ കയറി ചെല്ലുന്ന വീട്ടിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാവൂ. അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വീട്ടിൽ വന്നു കയറിയത് എന്നുള്ള കുത്തലൊക്കെ അവളും കേൾക്കേണ്ടി വരും. ഭാമ ഉടനെ തന്നെ പറഞ്ഞു. ഇത് നിന്നെ ഉദ്ദേശിച്ച ചന്ദ്ര ഈ പറയുന്നത്? അച്ചമ്മയും രേവതിയെ അനുകൂലിച്ചു. അതും ശരിയാ മോളെ. പക്ഷേ എല്ലാ അമ്മായിമ്മമാരും ഒരുപോലെ ആവണമെന്നില്ല. ചില അമ്മായിമ്മമാരും നല്ലതുണ്ട്. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട ദേവു. ശ്രീകാന്ത് വീണ്ടും തമാശയുമായി എത്തി. ആ കെട്ടാൻ പോകുന്ന ചെക്കനെ ഓർത്തിട്ടാ എനിക്ക് സങ്കടം. ഇതുപോലൊരു വായാടിയെ സഹിക്കണമല്ലോ. ദേവു തിരിച്ചു ചോദിക്കുന്നൊരു വർഷേച്ചി എന്നെ ഉദ്ദേശിച്ചല്ല, ചേച്ചിയെ ഉദ്ദേശിച്ച ഈ പറയുന്നത് തോന്നുന്നു. വർഷയ്ക്ക് ദേഷ്യം വന്നപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു. അയ്യോ, ഞാൻ നിന്നെ ഉദ്ദേശിച്ചിട്ടല്ല. അവള് വെറുതെ റൂട്ട് മാറ്റി വിടുവാണ്. കുറച്ചു സമയത്തിന് ശേഷം മഹിമ അങ്ങോട്ടേക്ക് വന്നു. മഹിമയെ കണ്ടതോടുകൂടി തന്നെ ചന്ദ്രമതിയുടെ മനോഭാവം പാടെ മാറി. അതുവരെ മുഖം കറുപ്പിച്ചു നിന്ന ചന്ദ്ര മഹിമയെ കണ്ടതോടുകൂടി തന്നെ ഓടിച്ചെന്ന് വലിയ ആവേശത്തോടെ സ്വീകരിച്ചു. വാ വാ മഹിമ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ രേവതിയെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് മഹിമക്കൊരു ജ്യൂസ് എടുപ്പിച്ചു. എന്നാൽ മഹിമയാവട്ടെ രേവതിയുടെ വീട്ടുകാരെ മൈൻഡ് പോലും ചെയ്യാതെ അവരോട് തിരിഞ്ഞു നിന്നു. തുടർന്ന് ദേവും ശ്രീകാന്തും കൂടി അലങ്കാര പണികൾക്കിടയിൽ ബലൂൺ വീർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശ്രീകാന്തിന്റെ കയ്യിൽ നിന്നൊരു ബലൂണ് പൊട്ടിപ്പോയി. എന്താ ശ്രീകാന്തെ, നോക്കി ബലൂണ് വാങ്ങിച്ചൂടെ? ഇങ്ങനെ പൊട്ട ബലൂണാണോ നീ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്? ദേവ് ചോദിച്ചു. ശ്രീകാന്ത് വിട്ടുകൊടുക്കില്ല. പൊട്ട ബലൂണോ? അതെ, ഞാൻ നല്ല ബലൂൺ തന്നെയാണ് നോക്കിക്കൊണ്ടു വന്നത്. നിന്നെയൊക്കെ കെട്ടാൻ പോകുന്നവന്റെ കഷ്ടകാലമേ. എല്ലാത്തിനും ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ചോളും. കഷ്ടമാണല്ലോ എന്നൊക്കെ ചോദിച്ച് ദേവു ശ്രീകാന്തിനെ തല്ലാനായി ഓടിച്ചു. അവർ കുട്ടികളെ പോലെ ഓടിക്കളിച്ചു. ഇത് കണ്ട് ചന്ദ്രമതി ഭയന്നു. അയ്യോ, വർഷയുടെ അമ്മ ഇവിടെയുണ്ട്. അവർക്കിപ്പോ ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വരും. ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നത് കണ്ട ആർക്കെങ്കിലും ഇത് പിടിക്കുവോ? ഈ ബഹളം കേട്ട് വർഷ അവിടേക്ക് വന്നു. ദേഷ്യത്തോടെ തന്നെ അവൾ ചോദിച്ചു. എന്താ ദേവു ഇത്? എന്താ നീ കാണിക്കുന്നത്? വർഷയുടെ മുഖം കണ്ടപ്പോൾ വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാകുമെന്ന് ചന്ദ്രമതി കണക്കൂട്ടി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വർഷേച്ചി, ഈ ശ്രീകാന്ത് പറയാ എന്നെ കെട്ടാൻ പോകുന്നതിന്റെ കഷ്ടകാലമാണെന്ന്. അതുകൊണ്ടാ ഞാൻ എന്നൊക്കെ ദേവു പരാതി പോലെ പറഞ്ഞു. വർഷ ഉടനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനിങ്ങനെയാണോ തല്ലേണ്ടത്? ഇങ്ങനെ തല്ലണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷയും ദേവുവിനൊപ്പം ചേർന്ന് ശ്രീകാന്തിനെ തല്ലാനായി ഓടിച്ചു. എന്നാൽ അവരങ്ങനെ 3 പേരും ആ ഒരു ആഘോഷവേളകൾക്കിടയിൽ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ 3 പേരും ആ വീട് ചുറ്റാകെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന സീനും കാണിച്ചുകൊണ്ടാണ് കേട്ടോ നാളത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകളെല്ലാം തന്നെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്കും ഹൈപ്പൊക്കെ തിന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.